വെൽക്കം ടു മാളൂസ് ടൈലറിംഗ് ക്ലാസ് ഇൻ ഷാർജ. ഇന്ന് ഇതിന്റെ സ്റ്റിച്ചിങ് പാർട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത്. പട്യാല പാൻറ്റിന്റെ ഇപ്പോൾ കട്ടിംഗ് പാർട്ട് നിങ്ങൾ വിശദമായി കാണാം. അപ്പോൾ നമ്മൾ പാൻറ് കട്ട് ചെയ്ത് വെച്ചു. അതിന്റെ ക്രോച്ച് ഏരിയയുടെ ഭാഗം ഇത് അതിന് കൊടുക്കുന്ന എക്സ്റ്റൻഷന്റെ ഭാഗം 4 ലെയർ നമ്മൾ കട്ട് ചെയ്ത് ഇതെടുക്കുക. ഇങ്ങനെ തുറന്നു വെക്കാം ലെയറുകൾ തമ്മിൽ. അപ്പോൾ നമ്മുടെ പാൻറ്റിന്റെ രൂപം നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. അവിടെ ക്രോച്ച് ഏരിയ 2 ലെയർ, ഇവിടെയും ക്രോച്ച് ഏരിയ 2 ലെയർ അല്ലേ. ഇത് ക്രോച്ച് ഏരിയയുടെ നമ്മൾ മാർക്ക് ചെയ്തത്. ഓക്കെ, അപ്പം ഇതിൽ ഒരു ലെയർ എടുക്കാം. അതിൽ നമുക്ക് ഇനി ചെയ്യാൻ പോകുന്ന കാര്യമാണ് പറയുന്നത്. ഈ ഒരു ഭാഗത്ത് നമ്മൾ നമ്മുടെ ഇത് ജോയിൻ ചെയ്യാം. എക്സ്ട്രാ എടുത്തിരിക്കുന്ന ആ ക്രോച്ചിൻ്റെ ഭാഗം ഇങ്ങനെ വെച്ചിട്ട് 1/2 ഇഞ്ചിൽ അടിച്ച ശേഷം ഇങ്ങനെ 1/2 ഇഞ്ചിൽ ഈ ഒരു ഭാഗത്തൂടെ അടിച്ചു വരിക. ക്രോച്ചിന്റെ ഭാഗം ഇത് നമ്മുടെ കാലിന്റെ ഷേപ്പ് ചെയ്യുന്ന ഭാഗം. ഇത് ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റ് 1/2 ഇഞ്ചിൽ കൂടെ ഇങ്ങനെ അടിക്കേണ്ടത്. ഇങ്ങനെ അടിച്ചു പോവുക. അതിനുശേഷം ഇങ്ങനെ തിരിച്ച് ഇട്ടിട്ട് പതിച്ചടിക്കുക. അതിന്റെ മേലെ കൂടെ പതിച്ചടിക്കുക. അപ്പോൾ അതൊരു തുണിയെ. അതേമാതിരി തന്നെ ഈ ഒരു ഇതിന്റെ ഇപ്പുറത്തെ ഭാഗത്തും നമ്മുടെ ക്രോച്ചിന്റെ ഭാഗത്ത് ഇത് കണ്ടില്ലേ നിങ്ങൾക്ക്, കാലിന്റെ ഭാഗമാണ് ഇത്. അപ്പൊ ആ ഒരു ക്രോച്ചിന്റെ ഭാഗത്ത് നമുക്ക് ഫസ്റ്റ് ഇത് ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു ഭാഗം ജോയിൻ ചെയ്യുക. എന്നിട്ട് തിരിച്ചിടുക, പതിച്ചടിക്കുക. അതേമാതിരി 4 ക്രോച്ച് ഉണ്ടാവും. ഒരു കാലില് 2 ക്രോച്ച്, മൊത്തം 2 പാൻറ്റിൽ 4 ക്രോച്ചും ഇതുമാതിരി ജോയിൻ ചെയ്യണം ഫസ്റ്റ് ചെയ്യുന്നത്. നമ്മളത് ജോയിൻ ചെയ്തു. ഇനി നമ്മൾ പതിച്ചടിക്കാം. ഒരു ക്രോച്ചിലെ ഭാഗത്തിലെ ഒരു ഭാഗമാണ് ഞാനിപ്പോൾ പതിച്ചടിച്ചിരിക്കണം. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഷേപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോൾ ക്രോച്ച് നീളം വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഇതിപ്പോൾ ഷേപ്പ് ചെയ്യേണ്ട, നമുക്ക് എല്ലാം 4 കൂടി വെച്ച് മടക്കുമ്പോൾ ഇവിടെ നിന്ന് ഷേപ്പ് ചെയ്താൽ മതി. ഇതേമാതിരി ബാക്കി എല്ലാ സൈഡിലുള്ള ഇതും ക്രോച്ചും അവിടെയും നമുക്ക് എക്സ്ട്രാ വരുന്നത് ജോയിൻ ചെയ്യാം. ഇവിടെ നമുക്ക് കണ്ടല്ലോ ഞാൻ കാണിച്ചെന്ന മാതിരി ഇത് ജോയിൻ ചെയ്യാം. എല്ലാ ഇപ്പം ചെയ്ത മാതിരി തന്നെ നമ്മളപ്പോൾ ഇത് ജോയിൻ ചെയ്തു. നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു കാലിൻ്റെ ഒരു ക്രോച്ചിൻ്റെ ഭാഗത്ത് എക്സ്ട്രാ ജോയിൻ ചെയ്തിട്ട് നമ്മൾ പതിച്ചടിച്ചിട്ടുണ്ട്. സെയിം പാൻറ്റിൻ്റെ ഇവിടെയും പതിച്ചടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് കണ്ടില്ലേ. ഇങ്ങനെയുള്ളൊരു പാൻറ് പീസിൻ്റെ ഇവിടെയും പതിച്ചടിച്ചു. ഇത് പാൻറ്റിൻ്റെ കാലിൻ്റെ ഭാഗം അത്. അപ്പോൾ ആ 2 ക്രോച്ച് ഭാഗവും ആ ഭാഗവും നമ്മൾ പതിച്ചടിച്ചു. അതേമാതിരി 2ൻ്റെയും ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് ബെൽറ്റിൽ വന്നിട്ട് ബെൽറ്റ് 2 പീസാണ് നമ്മൾ ബെൽറ്റ് കട്ട് ചെയ്തത്. ബെൽറ്റ് ഒറ്റ പീസിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ബെൽറ്റ് ഒറ്റ പീസ് കിട്ടിയവർക്ക്, അതായത് നമുക്ക് ആ വണ്ണം കിട്ടിയവർക്ക് അത് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാത്തവർക്ക് ബെൽറ്റ് 2 പീസ് ആണ് വന്നതെങ്കിൽ അതങ്ങോട്ട് നമുക്ക് ഇതിനോടൊപ്പം ജോയിൻ ചെയ്യാം. ബെൽറ്റ്, അതായത് ഇതിൻ്റെ ഒപ്പം നമ്മൾ എക്സ്ട്രാ കട്ട് ചെയ്തും കൂടി വെച്ചിട്ട് 2ഉം കൂടി ജോയിൻ ചെയ്തെടുക്കാം. അതാണ് ഇനി ചെയ്യേണ്ടത്. അതിപ്പോൾ ഞാൻ കാണിക്കുന്നില്ല. ജസ്റ്റ് ജോയിൻ ചെയ്തിട്ട് അതിൻ്റെ മേലെ പതിച്ചടിക്കും. ഇപ്പം നമ്മൾ ചെയ്ത മാതിരി തന്നെ ബെൽറ്റിൽ എക്സ്ട്രാ ഉള്ളത് ജോയിൻ ചെയ്യാം. നമ്മൾ ബെൽറ്റ് ജോയിൻ ചെയ്ത് എക്സ്ട്രാ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം, ഇല്ലെങ്കിൽ ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ജോയിൻ ചെയ്തിട്ട് ബെൽറ്റിൻ്റെ ഇത് പതിച്ചടിച്ചു കഴിഞ്ഞു. ഇനി ബെൽറ്റിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യാം. നമ്മുടെ ബെൽറ്റാണത്. അപ്പോൾ അത്
അതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ജോയിൻ ചെയ്ത ആ 2 ഹിപ്പ് പാർട്ടിൻ്റെ ക്രോച്ചുകൾ തമ്മിൽ ജോയിൻ ചെയ്യാം. അതായത് നമ്മുടെ പാൻറ്റിൻ്റെ നല്ല വശവും കൂടെ വയ്ക്കാം. നല്ല വശം കൂടി വെച്ചിട്ട് തുറന്ന് വെച്ചിട്ട് നല്ല വശം കൂടി. ഇനി ഇത് ഒരു പാൻറ്റിൻ്റെ ഭാഗം, അതിൻ്റെ മേലെ വേറൊരു പാൻറ്റിൻ്റെ ഭാഗം വെക്കാം. നമ്മൾ പാൻറ് ഇങ്ങനെ തുറന്ന് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഷേപ്പ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അടിവശത്തുള്ളത് കാലിൻ്റെ ഇത്. ഇപ്പം ഇത് പാൻറ്റിൻ്റെ നല്ല വശമാണ്. ഇനി മറ്റേ പാൻറ് എടുത്തിട്ട് ഇതിൻ്റെ മേലെ വെക്കുക. ഓക്കെ, മറ്റേ ഭാഗം എടുത്തിട്ട് ഇത് നല്ല വശമാണ്. അപ്പം മറ്റേ പാൻറ്റിൻ്റെ നല്ല വശം കൂടി എടുത്ത് വെക്കുക. അപ്പം മറ്റേ പാൻറ്റും എടുത്ത് മോളി വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല വശം വെച്ചിട്ടുണ്ട്. ചീത്തവശം പുറത്ത് വെച്ചിരിക്കണതാണ്. ചീത്തവശം പുറത്താണ് വെച്ചിരിക്കുന്നത്, നോക്കുക. ഓക്കെ, അപ്പോൾ ക്രോച്ച് ഭാഗം, ഇത് മോൾ ഭാഗം, ഇത് കാലിൻ്റെ ഭാഗം. ഇതിൽ നമുക്ക് ഇവിടെ 1/2 ഇഞ്ചിൽ ഇത് രണ്ടും കൂടി വെച്ച് ജോയിൻ ചെയ്യാം. ഈ 2 ക്രോച്ചുകളും കൂടി ഒപ്പം വെച്ചിട്ട് 1/2 ഇഞ്ചിലേക്ക് ഇങ്ങനെ ജോയിൻ ചെയ്ത് വരാം. അപ്പുറത്ത് ചെയ്യരുത്. നമ്മൾ അടിച്ചു കൊടുത്തു. ഇത് നമ്മൾ ഇതാക്കിയ ശേഷം ഇങ്ങനെ ഒരു ക്രോച്ച് ജോയിൻ ചെയ്തപ്പോൾ ഇങ്ങനെ വന്നു നമുക്ക്. അപ്പോൾ ഇത് നമ്മുടെ പാൻറ്റിൻ്റെ ഇതിൻ്റെ നടുക്ക് ഭാഗമാണ്. ഓക്കെ, ആ ഒരു ഭാഗവും നമുക്ക് നമ്മളെ ബെൽറ്റിൻ്റെ സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ ബെൽറ്റിൻ്റെ സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്ത ഭാഗം കൂടി എടുത്ത് വെക്കാം. ബെൽറ്റിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തത് ഇവിടെയാണ്. അപ്പോൾ ആ ബെൽറ്റിൻ്റെ സെൻറ്റർ ഇവിടെ നമ്മൾ ഒരു കട്ട് കൊടുത്തിട്ടാണ്, അത് രണ്ടും ഇവിടെ വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഇവിടെ നേരെ തിരിച്ച് വയ്ക്കുക. ഓക്കെ, നിങ്ങൾക്ക് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം, കാരണം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. നേരെ തിരിച്ച് വയ്ക്കുക. ഇതിനെ തിരിച്ച് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ 2 പ്ലീറ്റ് നമുക്ക് കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇതിങ്ങനെ ഒരു മടക്ക്, ഇങ്ങനെ ഒരു മടക്ക്, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാത്ത രീതിയിലുള്ള ഒരു മടക്ക്. ഈ സെൻറ്ററും വയ്ക്കാം. 1/2 ഇഞ്ചിൽ ഇതിങ്ങനെ ഒരു മടക്ക്, 1/2 ഇഞ്ചിൽ ഈ സെൻറ്ററിന് ഇങ്ങനെ ഒരു മടക്ക് കൊടുത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നിന്ന് ആദ്യം സ്റ്റിച്ച് കൊടുക്കുക. ഇതാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് അത് ജോയിൻ ചെയ്യാനാണ്. വെച്ച് നമ്മൾ മടക്കി കൊടുത്തു. സെൻറ്റർ നടുക്കം വെച്ചിട്ട് ഇനി ഈ ഒരു സൈഡ് മടക്കുക. ഇവിടെ ഓൾറെഡി ഞാൻ മടക്കിയിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഇത് എന്നെ ഫേസ് ചെയ്യണം. ഒന്ന് അങ്ങോട്ട് ഫേസ് ചെയ്യണതും ഒന്ന് ഞാനിപ്പോൾ ഇത് 1 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കിയിട്ടുണ്ട്. ബാക്കിയുള്ളത് ഇവിടെയും നമുക്ക് പ്ലീറ്റ് കൊടുക്കണം. ശരിക്കും പറഞ്ഞാൽ ഫുൾ ഇതിൽ കൊടുക്കാറുണ്ട്. അപ്പം നമുക്ക് ഫ്രണ്ടിൽ പ്ലീറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ബാക്കി ഉള്ളതിനനുസരിച്ചിട്ട് ബാക്കിൽ നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പം ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അടിച്ചവിടെ നിർത്തുക. സെൻറ്ററിൽ നമ്മൾ ഇങ്ങനെയാണ് പ്ലീറ്റ് കൊടുത്ത്. അപ്പം കാണുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും നമുക്ക്. ഓക്കെ, ഇങ്ങനെ നമ്മൾ പ്ലീറ്റ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള പ്ലീറ്റ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ബെൽറ്റ് എടുത്ത് വെച്ചിട്ട് ബെൽറ്റിൻ്റെ സെൻറ്റർ മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ജസ്റ്റ് ഞാനിങ്ങനെ ഓൾറെഡി അറ്റാച്ച് ചെയ്തത് നമ്മൾ, എന്നാലും സെൻറ്റർ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് സെൻറ്ററിൽ നമുക്ക് വീണ്ടും അതിനെ 4ആക്കി മടക്കി, അതായത് ബെൽറ്റിനെ 4ആക്കി മടക്കുക. അപ്പോൾ 4ആക്കി മടക്കി വരുമ്പോൾ ആ മടക്ക് വരുന്ന ഭാഗത്തൊന്നും മാർക്ക് ചെയ്യാതെ നമ്മുടെ പാൻറ്റിൻ്റെ കാലിൻ്റെ സൈഡ് വരുന്ന ഭാഗമാണ്. ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി. അപ്പം നമുക്ക് അതൊരു നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്ലീറ്റ് എവിടം വരെ എത്തി എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും ചെയ്ത് വരുമ്പോൾ. പാൻറ്റിൻ്റെ സൈഡ് എത്തിയോ ബെൽറ്റുമായിട്ട് പ്ലീറ്റ് അറ്റാച്ച് ചെയ്യുമ്പോൾ. അപ്പോൾ ആ 4 ലെയറിലും അത്
മടക്കി വെച്ച 4 ലെയറിലും അത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂസ്ഫുൾ ആവും. നിങ്ങൾക്ക് അതെങ്ങനെയാണ് പ്ലീറ്റ് എവിടെ എത്തുമ്പോൾ എവിടെ എത്തുന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ സൈഡിലൊക്കെ നിറച്ച് പ്ലീറ്റ് ഇത്തിരി കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രസമായിരിക്കും കാണാൻ. ഇനി നമുക്ക് എങ്ങനെ ബെൽറ്റും ഇത് വെച്ച് ഹിപ്പ് പാർട്ടിൽ ബെൽറ്റ് വെച്ച് എങ്ങനെ പ്ലീറ്റ് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഒരു വശം ഞാൻ അതിൻ്റെ പ്ലീറ്റ് വെക്കുന്നതിൻ്റെ ആ പാൻറ്റിൻ്റെ ഹിപ്പ് പാർട്ട് എടുത്തിട്ടുണ്ട്. ഇത് എല്ലാ പ്ലീറ്റും, അതായത് ഈ ഒരു സൈഡിലുള്ള പ്ലീറ്റ് സെൻറ്റർ തൊട്ടിട്ട് ഇവിടം വരെയുള്ളത് വന്നിട്ട് അങ്ങോട്ടേക്ക് ഫേസ് ചെയ്യാം. നമ്മൾ എവിടെയാണോ തുണി ഓപ്പണായി കിടക്കുന്നത് അങ്ങോട്ടേക്ക് ഇരിക്കുക. മനസ്സിലായില്ലേ? തുണിയുടെ കുറഞ്ഞ ഭാഗത്തേക്ക് മടക്കുക, ഫോൾഡ് തിരിച്ച് മടക്കുക. ഇങ്ങനെ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന മാതിരി. അതേസമയം നമ്മുടെ സെൻറ്റർ വരും അങ്ങനെയായിരിക്കും. സെൻറ്ററിലാണ് നമ്മൾ 2 ഫോൾഡ് ഓൾറെഡി കൊടുത്ത് നടുക്ക് നമ്മൾ വെച്ചത് ജോയിൻ ചെയ്ത് ബെൽറ്റുമായിട്ട്. അപ്പോൾ അതുവരെയുള്ള ഇതുവരെയും നമ്മൾ ഈ പ്ലീറ്റ് മൊത്തം അങ്ങോട്ടേക്കായിരിക്കും മടക്കേണ്ടത്. കണ്ടോ? ഇങ്ങനെയായിരിക്കും നമ്മൾ ചെയ്തു വരും. ഇത് നല്ല വശമാണ് ഞാൻ ഇതിൻ്റെ ക്ലോത്ത് വെച്ചിരിക്കുന്നത്. ക്ലോത്തിൻ്റെ നല്ല വശമാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് മടക്കേണ്ടത് എല്ലാ മടക്കും അങ്ങോട്ടേക്ക് മടക്കാം. ഈ ഒരു സെൻറ്റർ പോയിന്റിൽ നിന്ന് നമ്മുടെ നടുക്ക് വശത്തുനിന്ന് ഒരു സൈഡുള്ള പ്ലീറ്റ് മുഴുവൻ ഒരു വശത്തും, പിന്നെ അപ്പുറത്തെ സൈഡുള്ള പ്ലീറ്റ് മുഴുവൻ അപ്പുറത്തെ വശത്തേക്കും ആയിരിക്കണം. ഇങ്ങനെ എല്ലാം വെച്ച് പിന്നിടുക. പിന്നിട്ട ശേഷം നമുക്ക് ബെൽറ്റുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും വളരെ ഈസി. എല്ലാ പ്ലീറ്റുകളും 1 ഇഞ്ച് വീതിക്ക് ഉള്ളിൽ ഞാൻ കൈവച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മെത്തേഡിൽ കട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പ്ലീറ്റോട് കൂടുതൽ കിട്ടും. ഇപ്പോൾ കണ്ടില്ലേ? ഇതിങ്ങനെ ഓരോരോ പ്ലീറ്റ് എടുത്ത് നമ്മളത് പിന്നിട്ട് വെച്ചിട്ട് പിന്നെ നമ്മൾ അത് ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ വെച്ച് നോക്കുക, പ്ലീറ്റ് ഇങ്ങനെ വരുമ്പോൾ വെച്ച് നോക്കുക, ബെൽറ്റ് വരയ്ക്കുള്ള കംപ്ലീറ്റ് ആയോ നോക്കുക. ബെൽറ്റിൻ്റെ സെൻറ്റർ പോയിൻറ്റും നമ്മുടെ ഹിപ്പിൻ്റെ സെൻറ്റർ പോയിൻറ്റും കറക്റ്റാക്കി വന്നോ പ്ലീറ്റ് വെക്കുമ്പോൾ ഒന്ന് നോക്കുക. കറക്റ്റായെങ്കിൽ നമുക്ക് പ്ലീറ്റ് എടുക്കൽ നിർത്താം. ഇപ്പം ഞാൻ പ്ലീറ്റ് എടുത്ത ഒരു സൈഡിൽ നമ്മുടെ സെൻറ്റർ ഭാഗമാണ് നമ്മൾ നേരത്തെ ഒരു മടക്കിട്ട് കൊടുത്തത്. പിന്നെ അതിന് ശേഷം ബാക്കി ഇത്രയും പ്ലീറ്റ് ഒരു സൈഡിലുള്ള നമുക്ക് കവർ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ വന്നിട്ടുള്ളൂ. അത് ഞാൻ ടോപ്പിൻ്റെ പീസിന് വേണ്ടി നമുക്ക് പാൻറ്റ് മാറ്റി വെച്ചതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഫുള്ളായിട്ട് കിട്ടിയേനെ. അപ്പോൾ ഈ ഒരു സൈഡിലുള്ള മുഴുവൻ അപ്പുറത്തേക്ക് പ്ലീറ്റ് ഇട്ടു. ചിലവർ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യും, പല രീതിക്കും ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു സെൻറ്റർ പോയിന്റിൽ നിന്ന് നമുക്ക് അപ്പുറത്തേക്കുള്ളത് പറയുമ്പോൾ അപ്പുറത്തേക്കായിരിക്കും, നേരെ തിരിച്ചിട്ടായിരിക്കും ആംഗിൾ. ഇതെല്ലാം ഇങ്ങോട്ട് പറയുമ്പോൾ അപ്പുറത്തെ സൈഡെല്ലാം അങ്ങോട്ട് ഫേസ് ചെയ്യുന്ന രീതിയായിരിക്കണം. ഇപ്പോൾ ബെൽറ്റും ഇതും കറക്റ്റായി. ബെൽറ്റിൻ്റെ സെൻറ്റർ പോയിൻറ്റും നമ്മുടെ പ്ലീറ്റ് വെച്ച ഹിപ്പ് പാർട്ടിൻ്റെ സെൻറ്റർ പോയിൻറ്റും കറക്റ്റ് അളവാണ്. പ്ലീറ്റ് വെച്ച് മടങ്ങി ചുരുങ്ങിയപ്പോൾ കറക്റ്റായിട്ട് വന്നു. ഓരോരോ ഇഞ്ച് ഉള്ളിലേക്ക് ഞാൻ മടക്കിയിട്ടുണ്ട്. അപ്പം അത്യാവശ്യം തടിയില്ലാത്തവർക്കൊക്കെ നമുക്ക് ഇത് ഇങ്ങനെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇപ്പുറത്തെ സൈഡുള്ള പ്ലീറ്റ് എടുക്കാനായിട്ട് നോക്കുക. ഇത് ഇപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിലുള്ളതാണ്. അപ്പോൾ നമ്മുടെ ആ ക്രോച്ച് ഏരിയ ജോയിൻ ചെയ്ത ഭാഗമാണ്. അപ്പോൾ അത് ഇനിയുള്ള പ്ലീറ്റ് നമ്മളെ ഇങ്ങനെ ഇപ്പുറത്തേക്ക് തുറന്ന രീതിയിലായിരിക്കും. കണ്ടില്ലേ? ആ കുറഞ്ഞ വശത്തേക്ക്, തുണി കുറഞ്ഞ ഭാഗത്തേക്ക് നമ്മൾ ഫോൾഡ് ഇട്ട് കൊടുക്കുക. അങ്ങനെയാണത് മടക്കി വരിക. അങ്ങോട്ടേക്ക് മടക്കിയിട്ട് നമ്മൾ നോക്കുക. മുകളിൽ ബെൽറ്റ് വെച്ച് നോക്കുമ്പോൾ പ്ലീറ്റ് എടുത്തെടുത്ത് വരുമ്പോൾ കറക്റ്റ് ലെങ്ത്തുമായിട്ട് ബെൽറ്റിൻ്റെ നീളമായിട്ട് വരുന്നുണ്ടോ. അപ്പോൾ ബെൽറ്റിൻ്റെ നീളമായിട്ട് ഇത് കറക്റ്റായിട്ട് വരുന്നവരെ നമ്മൾ പ്ലീറ്റ് ഇട്ട് കറക്റ്റ് ചെയ്യണം. നമ്മൾ അതിനാണ് ഒരുപാട് മെറ്റീരിയൽ നമ്മൾ പ്ലീറ്റിന് വേണ്ടി എടുത്തത്. അപ്പോൾ എല്ലാം പിന്നിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡും കണ്ടില്ലേ? ഇപ്പുറത്തെ സൈഡും വെച്ചു, അപ്പുറത്തെ സൈഡെല്ലാം അപ്പുറത്തേക്കും വെച്ചു. എന്നിട്ട് ഞാൻ അതിൻ്റെ ബെൽറ്റ് മുകളിൽ ജസ്റ്റ് വെച്ച് നോക്കുമ്പോൾ കറക്റ്റാണ്. ഇനി നമുക്കത് പിന്നെ നമുക്ക് ബെൽറ്റ് അതിൻ്റെ മേലെ ഇങ്ങനെ വെച്ചിട്ട് നല്ല വശവും അതായത് ബെൽറ്റിൻ്റെ നല്ല വശവും പ്ലീറ്റിൻ്റെ നല്ല വശവും കൂടി ഒരുമിച്ച് വെച്ചിട്ട് നമുക്കതങ്ങ് ജോയിൻ ചെയ്യാം. 4 ഇഞ്ച് വീതിക്ക് ജോയിൻ ചെയ്യാം. പിന്നെ വെട്ട് കഴിയുമ്പോൾ ഒരൊറ്റ അടിക്ക് നമ്മളത് ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് പ്ലീറ്റ് വേഗം തീരും. അത് നമ്മൾ ചെയ്ത് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചില സമയം എൻഡ് വരെ തുണി കിട്ടണം നിർബന്ധമില്ല. അങ്ങനെയൊക്കെ ഒരു ഇത് വരും. അപ്പോൾ 2 വശവും കൂടി നമ്മുടെ ബെൽറ്റും നമ്മുടെ പ്ലീറ്റിൻ്റെ ഹിപ്പ് പാർട്ടും കൂടി നമ്മൾ ജോയിൻ ചെയ്യണം. 1/4 ഇഞ്ച് വീതിക്ക് ജോയിൻ ചെയ്യാം.
2 തവണ അടിച്ചു കൊടുക്കുക. ഒരു തവണ അടിച്ചിട്ട് വീണ്ടും അടിച്ചു കൊടുക്കുക. കാരണം എത്ര പ്ലീറ്റ് ഉള്ളതാകുമ്പോൾ അത് സ്റ്റിച്ച് തുറന്നു വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇത് ഇങ്ങനെ ജോയിൻ ചെയ്ത് വരിക. നമ്മളങ്ങനെ ചെയ്യുമ്പോൾ പ്ലീറ്റും ഉള്ളിലേക്ക് മടങ്ങിപ്പോവേ, ഉള്ളിലത്തെ അടിയത്തെ ബെൽറ്റ് മടങ്ങിപ്പോവേ ഒന്നും ചെയ്യരുത്. ഓരോരോ പ്ലീറ്റും നമ്മൾ സ്ട്രെയിറ്റ് ആക്കി വെക്കുക, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ തുണി എക്സ്ട്രാ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ നമ്മുടെ ബെൽറ്റ് പീസിനെക്കാട്ടും കൂടുതൽ നമുക്ക് ഇപ്പോൾ ഹിപ്പ് പാർട്ടിൻ്റെ ഭാഗം, പ്ലീറ്റിൻ്റെ ഭാഗം അത് വരുന്നുണ്ടെന്നെങ്കിൽ ഒരു ഫോൾഡ് കൂടി ഇട്ട് കൊടുക്കുക. ഇനി ബെൽറ്റ് പാർട്ട് കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ നമ്മുടെ അതിനനുസരിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് അഡ്ജസ്റ്റ് ചെയ്യുക. ഒന്നില്ലെങ്കിൽ പ്ലീറ്റ് കുറയ്ക്കുക, അല്ലെങ്കിൽ പ്ലീറ്റ് കൂട്ടുക. ചെയ്ത് വരുമ്പോൾ പ്ലീറ്റ് അത്ര പെർഫെക്റ്റ് ആയില്ലെങ്കിൽ ആ പിന്നെ മാറ്റിയിട്ട് ഒന്നുകൂടി ശരിയാക്കിയിട്ട് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ പേപ്പർ കട്ടിങ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കുക ഫസ്റ്റ് പാർട്ടിൽ. ഇത് നമ്മുടെ സെക്കൻഡ് പാർട്ടാണ്. ചുരി പാൻറ്റിൻ്റെ കട്ടിങ് ഇട്ടിട്ടുണ്ട്, വളരെ ഈസി ആയിട്ടുള്ളത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെൽ ബട്ടണിൽ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അതിൻ്റെ കിട്ടുള്ളൂ. അപ്പോൾ അത് മൊത്തം അങ്ങ് ജസ്റ്റ് ജോയിൻ ചെയ്യുന്നുണ്ട് നമ്മൾ പിന്നെ ഇട്ട് വെച്ചത്. പിന്നെ എപ്പോഴും അടിയിലേക്കായി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് റിമൂവ് ചെയ്താൽ മതി. പിന്നെ ഞാനത് കോട്ടനാണ് എനിക്ക് കിട്ടിയ മെറ്റീരിയൽ, കോട്ടൺ ആയതുകൊണ്ട് കോട്ടൺ എടുത്തു. ഏറ്റവും നല്ലത് ഷിഫോൺ മെറ്റീരിയലൊക്കെ ചെയ്യുന്നതാണ് കൂടുതൽ. ക്രേപ്പ് മെറ്റീരിയൽ, ഷിഫോൺ മെറ്റീരിയൽ ചെയ്യുന്നതാണ് കൂടുതൽ. അത് നന്നായി ഇങ്ങനെ ഇതായി നിൽക്കുള്ളൂ, നമുക്ക് അങ്ങനെ ചുരുക്കം കറക്റ്റായിട്ട് നമുക്ക് ഇടുമ്പോൾ നിൽക്കുള്ളൂ. ഇതിൽ നമുക്ക് പ്ലീറ്റ് ഉണ്ടെങ്കിലും അധികം നിൽക്കണം നിർബന്ധമില്ല. കോട്ടൺ ആകുമ്പോൾ മറ്റത് അങ്ങ് ചുരുങ്ങി കറക്റ്റായിട്ട് നിൽക്കും. അപ്പോൾ ഇത് അതുമാതിരി കറക്റ്റ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ചെയ്യാം. ഇതെല്ലാം ചെയ്ത ശേഷം ഇതിൻ്റെ പിന്നെല്ലാം റിമൂവ് ചെയ്ത് നമ്മളിപ്പോൾ എവിടെയെങ്കിലും കൂടുതൽ ഇങ്ങനെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അടുക്കി നമ്മൾ ബെൽറ്റും ഇതും കൂടി കറക്റ്റാക്കി വെച്ചിട്ട് ജസ്റ്റ് ഒരു സ്റ്റിച്ച് കൊടുക്കാം. ചെയ്ത ശേഷം നമ്മൾ പിന്നൊക്കെ റിമൂവ് ചെയ്യാം. കണ്ടില്ലേ, ഇതെല്ലാം റിമൂവ് ചെയ്യാം. അപ്പോൾ ഇത് ആയിട്ടുണ്ട്, കണ്ടോ ബെൽറ്റ് പീസ്. ഇത് മൊത്തത്തിൽ ഞൊറി വന്നു, കുറച്ച് ആ പ്ലീറ്റിൻ്റെ ബാക്കിൽ വശത്ത് മാത്രം കുറച്ച് വന്നില്ല, ബാക്കി എല്ലാ ഭാഗത്തും അതിൻ്റെ പ്ലീറ്റുകൾ വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ്, അതായത് പ്ലീറ്റ് നടുവശത്ത് നിന്ന് ഇപ്പുറത്ത് ഇങ്ങോട്ടേക്കും പ്ലീറ്റ് ഇത് നല്ല വശമാണ്. അപ്പം ഇങ്ങോട്ടും വയ്ക്കുക, ഇങ്ങോട്ടും വയ്ക്കുക ചെയ്യുക. ഇനി നമുക്ക് ഈ ഭാഗവും ഈ ഭാഗവും കൂടി ജോയിൻ ചെയ്യാം നമുക്ക്. അതാണ് ഞാൻ അടുത്ത് ചെയ്യേണ്ടത്. ഇത് മടക്കി വെക്കുമ്പോൾ ഈ ലെവലിൽ വരും. അതായത് അതിൻ്റെ മേലെ വെച്ചിട്ട് ഈ ഒരു ഭാഗത്ത് ആ ഹൈൻ്റെ അതായത് ആ ക്രോച്ച് ഏരിയയുടെ ഭാഗത്ത് നമ്മൾ ഈ ഒരു ഭാഗമാണ് നമ്മളിനി ജോയിൻ ചെയ്യാൻ പോണത്. ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഒരു അര ഇഞ്ച് വീതിക്ക് ഇങ്ങോട്ട് മുകളിൽ നിന്ന് താഴം വരെ ജോയിൻ ചെയ്യുക. അതാണ് നെക്സ്റ്റ്. ഇനി ആ ക്രോച്ച് ഏരിയ ഉള്ളത് 2 തലപ്പം കൂടി ജോയിൻ ചെയ്യുക. അതായത് മുകളിൽ നിന്ന് ബെൽറ്റിൻ്റെ ഭാഗം നമ്മൾ നീളത്തിലുള്ള ആ ഒരു പീസ് എടുത്തിട്ട് മൊത്തം ജോയിൻ ചെയ്യണം. 2 ക്രോച്ച് ബാലൻസ് ഉള്ളത് രണ്ടും കൂടിയിട്ട് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ അതൊരു റൗണ്ടായി മാറും. നമുക്ക് ശരിക്കും പാൻറ്റ് രൂപം ആവണതാണ്. ബെൽറ്റിൽ നിന്ന് ജോയിൻ ചെയ്ത് നേരെ ഹിപ്പിൻ്റെ ഇതിലേക്ക് കൊണ്ടുവരികയാണ്. നമ്മുടെ എവിടെയാണോ ക്രോച്ച് എൻഡ് ചെയ്യുന്നത് 17 ഇഞ്ച്, മുകളിൽ നമ്മൾ 7 ഇഞ്ചും കൊടുത്തു, താഴെ 10 ഇഞ്ചും. അപ്പോൾ അതേ നമ്മൾ ആ കാലിൻ്റെ കെർവ് വരുന്നവരെ നമ്മളതങ്ങ് അടിച്ചു വരിക. എല്ലാതും 2 സ്റ്റിച്ചും ഇട്ട് കൊടുക്കുക. എന്നാൽ മാത്രമേ സ്റ്റിച്ച് സ്ട്രോങ് ആയിരിക്കുള്ളൂ. ഇപ്പോൾ നമ്മളത് ഇപ്പോൾ കണ്ടില്ലേ, ഇത് ഞാൻ ജോയിൻ ചെയ്തു. അപ്പോൾ നമുക്കിത് ഒരു സർക്കിളാക്കി കിട്ടിയിട്ടുണ്ട്, കണ്ടല്ലോ. അപ്പോൾ നീളത്തിലുള്ളതെടുത്ത് ജോയിൻ ചെയ്തപ്പോൾ ഒരു റൗണ്ടായി. ഇനി നമുക്ക് കാല് മടക്കി അടിക്കണം. കാല് മടക്കി അടിക്കാൻ 2 ഇഞ്ചാണ് വിട്ടത്. ആദ്യം 1 ഇഞ്ച് മടക്കുക, പിന്നെ 1 ഇഞ്ച് മടക്കുക, എന്നിട്ട് 3, 4 അടി കൊടുക്കുക. പിന്നെ ഒരുപാട് ആളുകളും പട്ടിയാല ചെയ്യുമ്പോൾ ഉള്ളിലൊരു ക്യാൻവാസ് വെച്ച് കൊടുത്തിട്ട് പിന്നീട് അത് മടക്കിയിട്ട് 3, 4, 5 സ്റ്റിച്ച് അതിൻ്റെ മേലെ കൊടുക്കും. അതിൻ്റെ ഒരു നീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ കാലിൻ്റെ ആ ഒരു ഭാഗത്ത് കുറച്ച് ടൈറ്റാക്കി എടുത്തിട്ട് പിന്നീടുള്ള ഭാഗമാണ് ലൂസാക്കി എടുക്കുക, കാല് മടക്കുന്ന ആ ഭാഗത്തിൻ്റെ അത്. ഇതിലിപ്പോൾ ഞാൻ കുറച്ച് ലൂസോടുകൂടി കൊടുത്തിരിക്കുന്നത്. ക്യാൻവാസ് ഞാൻ വെക്കുന്നില്ല. ക്യാൻവാസ് ഒരു ക്യാൻവാസ് എടുത്ത് ഉള്ളിൽ വെച്ചിട്ട് മടക്കുമ്പോൾ ആ ഒരു സ്റ്റിഫ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്.
അപ്പോൾ ഇത് ഇങ്ങനെ അടി കൊടുത്തു. പിന്നെ അതിൻ്റെ സെൻറ്ററിലും നടുക്കും നിങ്ങൾക്ക് എത്ര എണ്ണം വേണോ അത് വരച്ചിട്ട് അതിനനുസരിച്ചിട്ട് കൊടുക്കാം. ഇതിലിപ്പോൾ തുണി ശരിക്കും നമുക്ക് വേസ്റ്റ് ആവുന്നില്ല. ഈ രീതിയിലാണ് നമ്മൾ ചെയ്യുക. വെറുതെ 4 മീറ്റർ ക്ലോത്ത് മേടിച്ചിട്ട് ചുമ്മാ അടിച്ചിട്ട് അങ്ങനെ തുണി എന്തോരം വേസ്റ്റ് ആയി പോകുന്നില്ല. ഇത് പായി. ഇനി ഒന്നും കൂടി ഇപ്പുറത്ത് അടിച്ചെടുക്കുക. അതുമാതിരി മറ്റേക്കാലും ഇതേമാതിരി 2ആക്കി മടക്കിയിട്ട് അടിച്ചു കൊടുക്കുക. 1 ഇഞ്ച് ആദ്യം മടക്കി വീണ്ടും 2 മടക്ക് മടക്കിയിട്ട് അടിച്ചു കൊടുത്തു. അപ്പോൾ 2 കാലും ഇതുമാതിരി ഞാൻ ചെയ്തു വെച്ചു. ഇനി ആ ഷേപ്പ് കണ്ടില്ലേ, വി ഷേപ്പ് കാലിൻ്റെ. അപ്പോൾ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ, 1 ഇഞ്ച് വീതിക്ക് ഞാൻ മാർക്ക് ചെയ്ത് മുകളിലെത്തുമ്പോൾ 1/2 ഇഞ്ച് കുറച്ചിട്ട് വീണ്ടും 1 ഇഞ്ചിലേക്ക് താഴെ ഇറങ്ങി വന്നു. ആ ക്രോച്ചിൻ്റെ ആ ഒരു ഭാഗമാകുമ്പോൾ ഇത്തിരി ഒരു വീതി സ്റ്റിച്ചിങ്ങിൻ്റെ ഗ്യാപ്പ് കുറച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടെ അടിക്കുക, അതിൽ കൂടെ അടിച്ചു വരിക. നമ്മൾ ആ മാർക്ക് ചെയ്ത് അതിൽ കൂടെ തന്നെ നമ്മൾ ചുറ്റും അടിച്ചു വരിക. കാലിൻ്റെത് 1 ഇഞ്ച് വീതിക്ക് അടിച്ചിട്ട് നമ്മൾ കുറച്ച് മുകളിലേക്കാകുമ്പോൾ 1/2 ഇഞ്ച് വീതിക്ക് അടിച്ച് വന്നിട്ട് വീണ്ടും അപ്പുറത്തെ കാലിൻ്റെ അവിടെ ആ വീൻ്റെ അവിടെ എൻഡ് ചെയ്യുമ്പോൾ 1 ഇഞ്ചിൽ എൻഡ് ചെയ്യാം. വരച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെതായി നീറ്റ് വരും. വലിച്ചു പിടിക്കാണ്ട് എപ്പോഴും ചെയ്യാം. ഇതിൻ്റെ നാടയുടെ വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി ചുരി പാൻറ്റിലും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ റിപ്പീറ്റ് ചെയ്ത് ഇടുന്നില്ല. കട്ടിങ് പാർട്ടിൽ ഞാൻ മെഷർ ചെയ്തിട്ട് നമ്മൾക്ക് എങ്ങനെ സ്വന്തം പാൻ്റ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ മെഷർമെൻറ്റ് എവിടെ നിന്ന് ഇട്ടിട്ട് എവിടം വരെ ഇട്ടിട്ട് നമുക്ക് ചെയ്യാമെന്നുള്ള ഞാൻ മെഷർമെൻറ്റ് പറയുന്നുണ്ട്. അത് കാണുക. അത് ഈ പഠിച്ച് നമ്മൾ മറ്റേ കാലിൻ്റെ എൻഡ് വരെ നമ്മൾ എത്തിയിട്ടുണ്ട്. അതിൻ്റെ മേലെ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുക, എന്നാലും സ്റ്റിച്ച് സ്ട്രോങ് ആവുള്ളൂ. ഇതിന് ശേഷം നമുക്കിനി ഇതിങ്ങോട്ട് തുറന്നു വയ്ക്കാം. ഓക്കെ, അതിന് ശേഷം 1/4 ഇഞ്ച് മുകളിൽ മടക്കിയെടുക്കുക. നാടയ്ക്ക് മടക്കിയെടുക്കുന്നതിന് മുമ്പ് വക്കടിച്ചു കൊടുക്കുക. നമ്മൾ ക്രോച്ച് വന്നിട്ട് ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് സർക്കിൾ നമ്മൾ ഇടുന്ന ബെൽറ്റിൻ്റെ ഭാഗമാണത്. അപ്പോൾ ആ ഒരു സ്റ്റിച്ചിൻ്റെ അവിടെ ഇങ്ങനെ തുറന്നു വെച്ചിട്ട് ജസ്റ്റ് സ്റ്റിച്ച് തുറക്കണമല്ല, ആ ഒരു തുണി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് വെച്ചിട്ട് 1/4 ഇഞ്ചിൽ വക്കടിച്ചു കൊടുക്കാം. വക്കടിച്ച ശേഷം മടക്കിയടിക്കാം. ഇനിയിപ്പോൾ അവിടെ ഓൾറെഡി ഒരു ഇതുള്ള കട്ടിയുള്ള തുണിയാണെങ്കിൽ നമുക്കത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഞാൻ ഒന്ന് വക്കടിച്ചു കൊടുത്തു, അല്ലെങ്കിൽ നൂല് മൊത്തം പോരും. ഇത് നിങ്ങൾ കണ്ടല്ലോ, അതിങ്ങനെ തുറന്ന് വെച്ചിരിക്കുന്നുണ്ടല്ലോ. അതിന് ശേഷം വീണ്ടും 1 ഇഞ്ച് മടക്കിയിട്ട് ചുറ്റും അടിച്ചു കൊടുക്കാം നമുക്ക് നാടിയിടാൻ വേണ്ടിയിട്ട്. പട്ടിയാലയ്ക്ക് കൂടുതലും എല്ലാവരും ഇടുന്നത് എലാസ്റ്റിക് ആണ്. കാരണം അത്രയും ലൂസ് വരുന്നത് കൊണ്ട് നമുക്ക് ആ ചുരുക്കത്തോടുകൂടി നിൽക്കാൻ വേണ്ടിയിട്ട് എലാസ്റ്റിക് ആണ് ഞാൻ കണ്ടിരിക്കുന്നത് കൂടുതലും. ഇപ്പോൾ ഇത് ഞാൻ നാട തന്നെ ഇടുന്നത്. എലാസ്റ്റിക് ആണെങ്കിൽ നൈറ്റ് ഡ്രസ്സിൽ കിഡ്സ് പാൻറ്റിൽ ഞാൻ എങ്ങനെയാണ് എലാസ്റ്റിക് ഇടുക എന്നുള്ളത് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അത് നോക്കാം. ഇത് 1 ഇഞ്ച് മെഷർ ചെയ്തിട്ട് താഴെ നമ്മൾ അതിൻ്റെ എൻഡിലായിട്ട് സ്റ്റിച്ച് കൊടുക്കാം. മുകളിൽ കൊടുത്തതിന് നമുക്ക് നാടിയിടാൻ പറ്റില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുമാതിരി നമ്മൾ എവിടെ നിന്ന് തുടങ്ങിയോ അവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ സ്റ്റിച്ച് നിർത്തുക. അതിന് ശേഷം നമുക്കിത് എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, പാൻറ്റിൻ്റെ നല്ല വശത്തിൻ്റെ അവിടെ നമ്മൾ ആ ജോയിൻ ചെയ്ത ആ ഒരു നല്ല വശം എടുക്കുക. അതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് റിമൂവറോ എന്തെങ്കിലും വല്ല ചെറിയ സിസറോ എന്തെങ്കിലും വെച്ചിട്ട് ആ സ്റ്റിച്ച് ഒന്ന് കുറച്ച് തുറക്കുക. നമ്മൾ അടിയത്ത് സ്റ്റിച്ച് സ്ട്രോങ് ആണ്, ആ മേളിൽ മാത്രം നമ്മൾ തുറക്കുന്നുള്ളൂ, അടി തുറക്കണ്ട. കണ്ടില്ലേ? എന്നിട്ട് അത് താഴത്തെ സ്റ്റിച്ച് സ്ട്രോങ് ആണ്. ഇപ്പം നമുക്ക് ഇതിൽ കൂടെ നമുക്ക് നാടയ്ക്കുള്ളതെല്ലാം ഹോള് ഞാൻ ആക്കി ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇല്ലേ? ഓക്കെ, കണ്ടില്ലേ? ഇത്രയും പ്ലീറ്റുകൾ, അതിൻ്റെ ബാക്ക് സൈഡും പ്ലീറ്റ് നിറയെ വന്നിട്ടുണ്ട്. ഇപ്പോൾ 1 ഇഞ്ചോളം ഞാൻ തുണി ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹിപ്പിൻ്റെ അളവിനനുസരിച്ചിട്ട് അതിലായിരിക്കുമല്ലോ പാൻറ്റ് ബെൽറ്റിൻ്റെ ഭാഗം ഉണ്ടാവുക. തടിയുള്ളവർക്കാണെങ്കിൽ ബെൽറ്റിൻ്റെ അവിടെ നല്ല വീതി വണ്ണം ഉണ്ടാവും. ഉള്ള ബാക്കും കണ്ടില്ലേ? അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ വേറെ ചുരി ബോട്ടത്തിൻ്റെ വീഡിയോ ഉണ്ട്, പാലോസോയുടെ വീഡിയോ ഉണ്ട്. അപ്പോൾ എല്ലാവരും കാണുക. താങ്ക് യു സോ മച്ച്.